അത് ഞാൻ അച്ഛനായി കണ്ടു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അച്ഛനെ കൂടെ ആക്ട് ചെയ്യാൻ പോകാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഐ വാസ് നെർവസ്. ഞാൻ നെർവസ് ആയിരുന്നു. 18 16 സോറി. I'm so grateful to be here. I feel like this is very software. Sorry, I'm okay. Okay, I'm going to speak in English because my Malayalam, if I think about my Malayalam. The movie, which is join ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രസ് മീറ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കളോടുമുള്ള റിക്വസ്റ്റ് ആണ്. You can ask the questions only related to this movie തുടക്കം. Thank you. ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വിഷയത്തെ കുറിച്ച് വളരെ ആഴത്തിൽ അല്ലെങ്കിൽ വളരെ കാഷ്വൽ ആയിട്ടൊന്ന് സംസാരിക്കാമെന്ന് കരുതിയാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത്. വിഷയം വേറൊന്നുമല്ല, നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ പുതിയ സിനിമയും അതിന്റെ റിലീസ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോ, അതിന് താഴെ വന്ന ആളുകളുടെ പ്രതികരണങ്ങളുമാണ് കേട്ടോ. ശരിക്കും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളും നമ്മൾ മലയാളികളുടെ പൊതുവായ ചില രീതികളും ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്ന് തോന്നി. ആദ്യം തന്നെ നമുക്ക് ആ ചടങ്ങിലെ വിസ്മയുടെ പ്രകടനങ്ങൾ, നിങ്ങൾ ആ ഒരു വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അവര് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കൈ വിറയ്ക്കുന്നുണ്ട്, സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ പതറുന്നുണ്ട്, അതുപോലെ ഇടയ്ക്ക് ഒരു തരം വെപ്രാളമൊക്കെ വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ സാധാരണ ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെയാണ്. എന്നാൽ ശാസ്ത്രീയമായിട്ട് ഇതിനെ വിശകലനം ചെയ്താൽ ഇതിനെയാണ് നമ്മൾ സ്റ്റേജ് ഫ്രൈറ്റ് അഥവാ സഭാകമ്പം എന്ന് വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിൽ ഭൂരിഭാഗം പേരും ലൈഫിൽ ഒന്നല്ലെങ്കിൽ സ്കൂളിൽ വെച്ച്, അല്ലെങ്കിൽ കോളേജിൽ വെച്ച്, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഫംഗ്ഷനിൽ വെച്ചൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും, കൂട്ടുകാരുടെ ഇടയിൽ തമാശ പറയുന്ന, വ്യക്തമായിട്ട് സംസാരിക്കുന്ന ആളായിരിക്കും. പക്ഷെ പെട്ടെന്ന് മുന്നിലേക്ക് 100 അല്ലെങ്കിൽ 1000 ആളുകൾ വരികയും കുറെ ക്യാമറകളൊക്കെ അതുപോലെ മൈക്കുകളൊക്കെ നമ്മുടെ മുഖത്തേക്ക് വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ഫ്രീസ് ആയി പോകും. ആ സമയത്ത് തലച്ചോർ നമ്മളോട് പറയുന്നത് എന്താണ്? ഹേയ്, നിങ്ങൾ ഏതോ വലിയ പ്രഷറിലാണ്, എന്തോ അപകടം വരാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അഡ്രിനാലിൻ ഉണ്ടല്ലോ, അത് റഷ് കാരണം തൊണ്ട വറ്റുകയും നെഞ്ചിടിപ്പ് കൂടുകയും ചിന്തകൾ ചിതറിപ്പോവുകയും ഒക്കെ ചെയ്യും. ആ ടൈമിൽ നമ്മൾ കാണിക്കുന്ന ഒരു വിറയിലും കാണിക്കുന്ന ബോഡി ലാംഗ്വേജും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് കേട്ടോ. അത് വിസ്മയിക്കാൻ എന്നല്ല, ലോകത്തെ ഏത് വലിയ കൊമ്പനായാലും ശരി തുടക്കത്തെ സംഭവിക്കുന്ന ഒന്ന് തന്നെയാണിത്. ഇനി ഇതിന്റെ രണ്ടാമത്തെ വശം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ കാണുന്ന ഈ ഒരു സൈബർ ബുള്ളിങ് ആണ് കേട്ടോ. അതായത് അവരുടെ ആ കമന്റ് ബോക്സ്, ആ വീഡിയോയുടെ കമന്റ് ബോക്സ് തുറന്നു നോക്കിയാൽ കാണുന്ന കമന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. മലയാളികളുടെ ഒരു എന്താ പറയുക സ്വഭാവം എന്താണെന്ന് ആ ചില കമന്റുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതിൽ പറയുന്നത് ഇവൾക്ക് ഭ്രാന്താണ്, ഇതിനെ ആദ്യം ആശുപത്രിയിൽ കാണിക്കുക, പൈസ ഉള്ളത് കൊണ്ട് ആർക്കും സിനിമയും വരാം എന്നൊക്കെയാണ് കമന്റുകൾ പൊഴിക്കുന്നത്. കൂട്ടുകാരെ, ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരാളുടെ അഭിപ്രായങ്ങളോടോ അല്ലെങ്കിൽ നിലപാടുകളോടോ അല്ലെങ്കിൽ അവര് സിനിമയിൽ വരുന്നതിനോടോ ഒക്കെ നമുക്ക് വിയോജിപ്പുണ്ടാകാം. അത് തികച്ചും സ്വാഭാവികമാണ്. അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. പക്ഷെ ഒരാളുടെ ശാരീരികമായ പതർച്ച അല്ലെങ്കിൽ അവരുടെ പേടിയെടുത്ത് ക്രൂരമായിട്ട് അധിക്ഷേപിക്കുന്നത് എന്തൊരു മനോഭാവമാണ്. സോഷ്യൽ മീഡിയയിലെ ഒരു സ്ക്രീനിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന എന്ത് ടൈപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഡാർക്ക് ഫ്രീഡം ഉണ്ടല്ലോ, അതാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എന്തായാലും ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ഒരു വലിയ വേദിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തെ ഭ്രാന്ത് എന്ന് വിളിക്കാൻ മാത്രം നമ്മുടെ അനുകമ്പ എവിടെ പെയ്യെന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ്. നീ ചോദിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഈ ഒരു സഭാകമ്പവും അതിനുശേഷമുള്ള ട്രോളുകളും വിസ്മയ്ക്ക് മാത്രം സംഭവിച്ച ഒന്നല്ല കേട്ടോ. നമ്മുടെ ബോളിവുഡ് എടുത്ത് നോക്കിയാൽ തന്നെ ഷാറൂഖ് ഖാന്റെ മകളായിട്ടുള്ള സുഹാന ഖാൻ ആദ്യമായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നപ്പോഴും അതുപോലെ തന്നെ ആലിയ ഭട്ട് തുടക്കത്തിൽ സംസാരിച്ചപ്പോഴും ഒക്കെ ഇതുപോലെ വലിയ രീതിയിലുള്ള കളിയാക്കലുകൾ അവർ നേരിട്ടിട്ടുണ്ട്. സ്വന്തം ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ ദുൽഖർ സൽമാനെ എടുത്തു നോക്കിയേ, ആദ്യകാലത്ത് സ്റ്റേജിൽ കയറിയപ്പോൾ ഉള്ള ആ ഒരു പേടിയും മടിയും പരിഭ്രമവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവരൊക്കെ സ്റ്റാർ കിഡ്സ് ആയിരിക്കാം, പക്ഷെ ആയിരക്കണക്കിന് ക്യാമറകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു പ്രഷറും പേടിയും ഉണ്ടല്ലോ, അത് സാധാരണക്കാരനായാലും സെലിബ്രിറ്റി ആയാൽ പോലും ഒരുപോലെ തന്നെയാണ് കേട്ടോ.
അതുകൊണ്ട് തുടക്കത്തിലെ ഒരു പതർച്ച വെച്ച് ആരുടെയും കഴിവോ അല്ലെങ്കിൽ ഭാവി യോഗ്യതയോ അളക്കേണ്ട ആവശ്യമില്ല. അതൊന്നും അളക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇനി പറയാൻ പോകുന്നത്, നമ്മൾ കാണാൻ പോകുന്നത് ദൂരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ലാലേട്ടന്റെ മകനായിട്ടുള്ള പ്രണവ് മോഹൻലാലിനെ തന്നെ എടുത്തു നോക്കാം. അദ്ദേഹം തന്നെ വലിയൊരു ഉദാഹരണമാണ്. പ്രണവ് സിനിമയിലേക്ക് വരുന്ന ആ ഒരു ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ ഓർത്തു നോക്കി, ഓഡിയോ ലോഞ്ചുകളിലോ അല്ലെങ്കിൽ ചടങ്ങുകളിലോ ഒക്കെ വരുമ്പോൾ ക്യാമറകൾക്ക് മുന്നിൽ നിൽക്കാനുള്ള ആ ഒരു മടിയും, മൈക്ക് കിട്ടുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ വിറച്ചു പതറി 2 വാചകത്തിൽ അവസാനിപ്പിച്ച് ഓടുന്ന പ്രണവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ അവന് സംസാരിക്കാൻ അറിയില്ല, ഇത്രയും വലിയ ലാലേട്ടന്റെ മകനായിട്ട് ഒരു കോൺഫിഡൻസും ഇല്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ അന്ന് ട്രോളിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പ്രണവിനെ ആളുകൾ കാണുന്നത് എങ്ങനെയാണ്? പബ്ലിസിറ്റിയോ ആർഭാടങ്ങളോ ഒന്നും ആഗ്രഹിക്കാത്ത സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കുന്ന, പ്രകൃതിയും യാത്രകളെയും ഒക്കെ സ്നേഹിക്കുന്ന റിയൽ പേഴ്സണാലിറ്റി ആയിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പ്രണവെന്ന് കാണിച്ചത് അഹങ്കാരമോ കഴിവില്ലായ്മോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് ക്യാമറകൾക്കും പബ്ലിക് അറ്റൻഷനും മുന്നിൽ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയുണ്ടല്ലോ, അത് മാത്രമായിരുന്നു. അതായത് സോഷ്യൽ ആൻസൈറ്റി, ഷൈനസ് എന്നായിരുന്നു. അത് മാത്രമായിരുന്നു. സ്വന്തം സഹോദരനായിട്ടുള്ള പ്രണവിനും മലയാള സിനിമയിലെ മറ്റു പല പ്രമുഖർക്കും തുടക്കത്തിൽ ഉണ്ടായിരുന്ന അതേ സ്റ്റേജ് ഫ്രൈറ്റും ഇൻട്രോവേർട്ടും സ്വഭാവം തന്നെയാണ് ഇപ്പോൾ വിസ്മയം കാണിക്കുന്നത്. സ്വന്തം വീടിനുള്ളിലുള്ളവർക്ക് പോലും സംഭവിച്ച ഒരു കാര്യത്തെയാണ് ആളുകൾ ഏതോ വലിയ അത്ഭുതം പോലെയും അല്ലെങ്കിൽ രോഗം പോലെയും ഒക്കെ വ്യാഖ്യാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ലാലേട്ടന്റെയും ഭാര്യ സുചിത്രയുടെയും പൊതുവെ ഇത്തരം സൈബർ ആക്രമണങ്ങളോടും അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ വ്യക്തിപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളോടും വളരെ ശാന്തവും പക്വതമായിട്ടുള്ള ഒരു നിലപാടാണ് അവരെപ്പോഴും സ്വീകരിക്കാറുള്ളത്. മക്കളായ പ്രണവായാലും വിസ്മയായാലും ഒരു ഘട്ടത്തിലും തങ്ങളുടെ സിനിമകളുടെയോ അല്ലെങ്കിൽ പ്രശസ്തിയുടെ നിഴലിൽ വളർത്താൻ അവർ ശ്രമിച്ചിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും വീട്ടിൽ നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റുകളോടും അല്ലെങ്കിൽ വിമർശനങ്ങളെയോ ഗൗരവമായിട്ട് എടുക്കുകയോ അതിനോട് പരസ്യമായിട്ട് പ്രതികരിക്കാൻ നിൽക്കുകയോ ഒന്നും ചെയ്യാത്ത രീതിയാണ് ലാലേട്ടനും സുചിത്രയും. അവർക്ക് അതിനുള്ള ടൈം ഇല്ല. ആളുകൾ പലതും പറയും, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുക എന്ന ലളിതമായ പോളിസിയാണ് ഇരുവരും പിന്തുടരുന്നത്. ഇവിടെ വിസ്മയ സിനിമയിലേക്ക് വരുന്നതിനും എഴുത്തിലും ആയോധന കലകളിലൊക്കെ താല്പര്യം കാണിക്കുന്നതിനും സുചിത്ര വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. തുടക്കത്തിൽ ഇത്തരം പതർച്ചകളും ട്രോളുകളും ഏത് രംഗത്തേക്ക് വരുമ്പോഴും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനാണ് ഈ ഒരു കുടുംബം മക്കളെ ഉപദേശിക്കാറുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിതങ്ങ് നിർത്താം. അതായത് നമ്മളിൽ ആർക്കെങ്കിലും ഇതുപോലെ ഒരു പൊതുവേദികളിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ പേടി തോന്നാറുണ്ടെങ്കിൽ അത് എങ്ങനെ നാച്ചുറൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുകൂടി ഞാൻ പറയാം. ഒന്നാമതായി, ഇത് തനിയെ മാറുന്ന ഒരു സാധനമല്ല. അനുഭവം കൊണ്ടേ ഇത് മാറും. നമ്മൾ എത്രത്തോളം വേദിയിൽ കയറി സംസാരിക്കുന്നുവോ അത്രത്തോളം ആ ഭയം കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ രണ്ടാമത് നോക്കുവാണെങ്കിൽ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു എന്നുള്ള എന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ അവർ കളിയാക്കും എന്നുള്ള ചിന്ത ഉള്ളിൽ നിന്ന് അത് നമ്മുടെ ചിന്ത ഉള്ളിൽ നിന്ന് കളയണം കേട്ടോ. അങ്ങനെ ഒരു ഭയം നമ്മൾ ഉള്ളപ്പോഴും നമ്മൾ ഇങ്ങനെ പതറാറുണ്ട്. ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യാനല്ല, നമ്മൾ പറയുന്നത് കേൾക്കാനാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സ്റ്റേജിൽ കയറുന്നതിന് തൊട്ടു മുൻപ് ദീർഘമായിട്ട് ഒരു ശ്വാസം എടുക്കുക. അത് നമ്മുടെ ഹൃദയമെടുപ്പ് നോർമൽ ആക്കാൻ ഒരു പരിധി വരെ സഹായിക്കും. അപ്പൊ കൂട്ടുകാരെ, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ സുചിത്രയുടെ മകൾ എന്ന രീതിയിൽ വലിയൊരു പ്രതീക്ഷയുടെ പ്രഷർ വിസ്മയുടെ മേലിലുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജ് ഫ്രൈഡ് കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ ചിലർ വലിയൊരു രോഗമായിട്ട് ചിത്രീകരിക്കുന്നത്. പ്രണവിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ എല്ലാവർക്കും തുടക്കത്തിൽ ഒരു പതർച്ച ഉണ്ടാകും. അത് അനുഭവത്തിലൂടെ മാത്രമേ മാറുകയുള്ളൂ. ഒരാൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നത് വരാനിരിക്കുന്ന അവരുടെ വർക്കുകൾ കണ്ട് ജനങ്ങൾ തീരുമാനിച്ചോളും. പക്ഷേ അതിനു മുൻപേ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളിൽ എത്ര പേർക്ക് ജീവിതത്തിൽ ഇതുപോലെ പൊതുവേദികളിൽ വെച്ച് പേടിയോ പതർച്ചയോ അനുഭവപ്പെട്ടിട്ടുണ്ട്? അത് നിങ്ങൾ എങ്ങനെയാണ് അതിജീവിച്ചതെന്നും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.